ഭയങ്കര ഹാപ്പിയാ. ഞാൻ ആദ്യമായിട്ടില്ല അവന് വിടുന്നത്, അതിന്റെ ഒരു വിഷമം. ഗുഡ് മോർണിംഗ് ആൾ. ദുബായ് വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്, ഇന്നലെയാണ് ലാൻഡ് ചെയ്തത്, തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള നഴ്സറി സ്കൂളിൽ നമ്മുടെ ലെവിക്കുട്ടിനെ ആക്കി. ഫസ്റ്റ് ടൈമാണ് ലെവിക്കുട്ടി നഴ്സറി പോകുന്നത് കേട്ടോ. നമ്മൾ UK വിട്ടിട്ടില്ല, ദുബായിലാണ് ആദ്യമായിട്ട് വിടാൻ പോകുന്നത്. യൂണിഫോം ഒക്കെ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ ഇന്ന് യൂണിഫോം ഇത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്നാക്സ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടി ബാഗ് ഞാനിപ്പോൾ കാണിച്ചത്. വെയിറ്റ്, ഇതിന്റെ കൂട്ടത്തിൽ കാറും വേണമെന്നാണ് ലെവിക്കുട്ടി പറയുന്നത്, നമുക്ക് കാർത്തരാം. ഓക്കെ, ഇത് UK മേടിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് കുറച്ച് ഓറഞ്ചും അതുപോലെ തന്നെ ലെവിക്കുട്ടിന്റെ സ്നാക്സും പാലും വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ലെവിക്കുട്ടിന്റെ ഓർണമെന്റ്സ് റിമൂവ് ചെയ്യണം, എന്നിട്ട് പെട്ടെന്ന് റെഡിയാവാം. റെഡി? ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കയറിയത്. അവര് എനിക്ക് തോന്നും എന്താ പറയാ, ക്രയോൺസ് വെച്ച് പിള്ളേരെ എഴുതിപ്പിക്കില്ല. എനിക്ക് അപ്പോൾ ആദ്യം നിർബന്ധമായിരുന്നു ഈ എഴുത്തിന്റെ ആ ഒരു രീതിയിൽ വേണം എഴുതാനെന്ന്. അപ്പം ഞാൻ അച്ഛനെയും കൊണ്ട് ജസ്റ്റ് ക്രയോൺസ് വെച്ചിട്ട് ഗോഡിനെ എഴുതിപ്പിച്ചു. വേറെ ആരും എഴുതിപ്പിക്കേണ്ട, എനിക്ക് ലെവിക്കുട്ടിനെ അവൻ്റെ ലൈഫിൽ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതുള്ളൂ. ഇത് എൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് കയറ്റിയിട്ടുണ്ട്. നമുക്ക് 2:30 വിളിക്കാൻ വരുമ്പോൾ നോക്കാം. ഇവിടെ 3 സ്ലോട്ടാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. 7:30, 9:30, 11 o'clock. ഞാൻ 11 എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം സോൺ ഒന്ന് സെറ്റായി വരണ്ടേ. ഇന്നലെ നമ്മൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. അതാണ് വേറൊരു കാര്യം. കുഞ്ഞ് റൂമിലിരിക്കുമ്പോൾ ഒരുപാട് ബോറടിക്കുന്ന എഴുതിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് കൊണ്ട് നഴ്സറിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് 2:30 വരാം. എങ്ങനെയാണ് ആളുടെ റിയാക്ഷൻ നോക്കാം. അമ്മയ്ക്ക് റൂം വന്നേ. താങ്ക് യു. ബാബ വരുമല്ലോ, അമ്മ വരുക.